നാമം ജപായനം പുണ്യം നിരുപമദീപാങ്കുരം പോലെ സ്വരശ്രുതിലയവരമതുലം ദീവാങ്കണം മോക്ഷസംഗീതസാരം നീളും വഴിത്താരയിൽ ജീവതാരം മന്ത്രാലാപം മായാവിൻ നിൻ പ്രസാദം. ദീപം 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 ദീപം. ഏവർക്കും സന്ധ്യാദീപത്തിലേക്ക് സ്വാഗതം. എളിമയുള്ള ജീവിതം, മനസ്സിൽ മുഴുവൻ ഈശ്വരൻ, ചെയ്യുന്ന കർമ്മങ്ങളെല്ലാം തന്നെ ഈശ്വര തത്വങ്ങൾ പാലിച്ചുകൊണ്ടുള്ള സത്യധർമ്മങ്ങൾക്ക് അനുസൃതമായ ജീവിതം. ഇതാണ് ഈശ്വരനോടുള്ള ഭക്തി. മറ്റുള്ളവരെ പോലെയാകാൻ ഒരിക്കലും പ്രാർത്ഥിക്കരുത്. കാരണം അവൻ്റെ സന്തോഷങ്ങൾ മാത്രമേ നാം അറിയുന്നുള്ളൂ. ഒരു പക്ഷേ നമ്മളെക്കാൾ ദുഃഖിതരായിരിക്കും അയാൾ. കേൾക്കാം ഇന്നത്തെ സന്ധ്യാനാമം. കാത്തുകൊള്ളുക ഞങ്ങളെ പരദേവതേ, കാൽതളിർ വണങ്ങുന്നേൻ കരുണാമയേ. അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മി നാരായണ, ഭദ്രേ നാരായണ. കാത്തുകൊള്ളുക ഞങ്ങളെ പരദേവതേ, കാൽതളിർ വണങ്ങുന്നേൻ കരുണാമയേ. അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മി നാരായണ, ഭദ്രേ നാരായണ.
ശബരിമല കയറുമ്പോൾ എത്തിച്ചേരുന്ന ഒരു സ്ഥാനമാണ് അപ്പാച്ചിമേട്. അയ്യപ്പന്മാർ തീർത്ഥാടനത്തിന് പുറപ്പെടുമ്പോൾ അരിയുണ്ട നിർമ്മിച്ച് കയ്യിൽ കരുതിയിരിക്കും. അത് ഇവിടെ വെച്ച് അപ്പാച്ചിമേടിന്റെ താഴ്വരയിലേക്ക് വലിച്ചെറിയും. അതിന്റെ പൊരുൾ തേടുകയാണ് ഇന്നത്തെ കഥയമ്മ. എല്ലാ സജ്ജനങ്ങൾക്കും കഥയമ്മയുടെ ഇന്നത്തെ അധ്യായത്തിലേക്ക് ഹാർദമായ സ്വാഗതം. ശബരിമല തീർത്ഥാടന കാലമാണ്, വൃശ്ചിക മാസമാണ്. ഭഗവാനെ കാണാനായി ആ 18 പടികൾ കയറി പോവാൻ താല്പര്യപ്പെട്ടിരിക്കുന്ന നിരവധിയായിട്ടുള്ള ഭക്തജനങ്ങൾ നമ്മുടെ വീട്ടിലും ചുറ്റുവട്ടത്തും എല്ലാം ഉണ്ടാവും. അങ്ങനെ ഭഗവാനെ കാണാൻ വേണ്ടി നമ്മൾ പോകുന്ന സമയത്ത് ഭഗവാന്റെ പൂങ്കാവനത്തിലൂടെയാണ് നമ്മൾ സഞ്ചരിക്കുക. ആ ചെല്ലുന്ന ഓരോ പ്രദേശത്തെ ഓരോ പുൽക്കൊടിയും ഭഗവാന്റെ സ്വന്തമാണ്. അവിടെ നമ്മൾ ചവിട്ടി പോകുന്ന ആ മണ്ണ് എന്ന് പറയുന്നത് വർഷങ്ങൾക്ക് മുമ്പ് ഭഗവാൻ മലയിലേക്ക് യാത്ര ചെയ്ത സമയത്ത് ഭഗവാൻ തൻ്റെ പാദസ്പർശം കൊണ്ട് അനുഗ്രഹിച്ച മണ്ണാണ്. അപ്പം ആ പവിത്രതയോടുകൂടി വേണം നമ്മൾ ഓരോ സമയത്തും ഓരോ സ്ഥലങ്ങളും പിന്നിട്ട് ഭഗവാനെ 18 പടി കയറി കാണാനായിട്ട്. അങ്ങനെ ഭഗവാനെ കാണാൻ പോകുന്ന യാത്രയിൽ നിരവധിയായിട്ടുള്ള പ്രത്യേകതയുള്ള സ്ഥലങ്ങളുണ്ട്. അങ്ങനെ വളരെയധികം പ്രത്യേകതയുള്ളൊരു സ്ഥലത്തെക്കുറിച്ചാണ് ഇന്നത്തെ ഈ അധ്യായത്തിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. അപ്പാച്ചിമേട്. അപ്പാച്ചിമേടിനെ കുറിച്ച് പറയുമ്പോൾ ശബരിമലയിലേക്കുള്ള യാത്രയിൽ നീലിമലയുടെ മുകളിലായിട്ടാണ്, നീലിമലയ്ക്ക് ഏറ്റവും മുകളിലുള്ള സ്ഥാനമായിട്ടാണ് അപ്പാച്ചിമേടിനെ കാണാറുള്ളത്. ഭഗവാനെ നമ്മൾ ഭൂതനാഥൻ എന്നാണ് വിളിക്കുക. ലോകത്തുള്ള സകല ഭൂതങ്ങൾക്കും, ഇനിയിപ്പോൾ പഞ്ചഭൂതങ്ങൾ അധിപനായിട്ട് അങ്ങനെ കാണുകയാണെങ്കിലും ഭൂതനാഥനായിട്ടുള്ള ഭഗവാനാണ്. അതിൻ്റെയൊക്കെ ഒരു ചക്രവർത്തി സ്വഭാവമാണ് ഭഗവാനുള്ളത്. അവരുടെയൊക്കെ നാഥനാണ് ഭഗവാൻ. അങ്ങനെയുള്ള ഭഗവാൻ നിരവധിയായിട്ടുള്ള ആജ്ഞാനുവർത്തികളുണ്ട്. വാപുരൻ ഭഗവാന്റെ അത്തരത്തിലുള്ള ഒരു ആജ്ഞാനുവർത്തിയാണ്. അതുപോലെ ഭഗവാന്റെ മറ്റൊരു ഭൂതഗണത്തിൽപ്പെട്ട ഒരാളാണ് കടൂരവൻ എന്ന് പറയുന്ന ഒരു ഭൂതഗണമുണ്ട്. ഈ കടൂരവൻ എന്ന് പറയുന്ന ഭൂതഗണം ദുർദേവതകളെ അല്ലെങ്കിൽ മലദേവതകളെയൊക്കെ തന്നെ അടക്കി വെച്ചിരിക്കുന്ന സ്ഥലമാണ് അപ്പാച്ചിമേട് എന്നാണ് വിശ്വാസം. അപ്പം അതുകൊണ്ട് തന്നെ അവിടെ എത്തുന്ന ആളുകൾ അവർക്ക് വേണ്ടി, ഈ ദേവതകൾക്കും കടൂരവനൊക്കെ വേണ്ടിയിട്ട് പല സമർപ്പണങ്ങളും അവിടെ ചെയ്യാറുണ്ട് എന്നാണ്. പ്രധാനമായിട്ടും അതൊരു മേട് എന്ന് നമ്മൾ പറയുന്നുണ്ടെങ്കിലും അഗാധമായിട്ടുള്ള ഗർത്തമാണ്. 2 കുഴികളാണ് അവിടെ എന്നാണ് പറയാറുള്ളത്. ഒന്ന് അപ്പാച്ചിക്കുഴിയും ഒന്ന് ഇപ്പാച്ചിക്കുഴിയും. ഇങ്ങനെ 2 കുഴികളുണ്ട്. ഈ കുഴികളുടെ ഉള്ളിലൊക്കെ തന്നെ കടൂരവൻ അടക്കി നിർത്തിയിട്ടുള്ള ദേവതകളുണ്ട്, മലദേവതകളുണ്ട്, ദുർദേവതകളുണ്ട് എന്നൊക്കെയാണ് സങ്കല്പം. അപ്പം അതുകൊണ്ട് ശബരിമല യാത്ര എന്ന് പറയുന്നത് കേവലം സ്വാമിയെ കാണാൻ വേണ്ടി മാത്രമുള്ളൊരു യാത്രയല്ല, സ്വാമിയെ അറിയാൻ വേണ്ടിയുള്ള യാത്രയാണ്. സ്വാമിയെ അറിയുന്നത് എങ്ങനെയാണ്? സ്വാമിയെ കാണുന്നതിലൂടെ മാത്രമല്ല, പ്രകൃതിയിൽ നിന്ന്, പരിസരത്തിൽ നിന്ന്, നദിയിൽ നിന്ന് ഒക്കെ നമ്മൾ ഭഗവാനെ മനസ്സിലാക്കുന്നുണ്ട്. അപ്പോൾ പ്രകൃതിക്ക് നമ്മളാലാവുന്നതൊക്കെ കൊടുക്കുക എന്നുള്ളതും ഭഗവാന്റെ തത്വമായിട്ട് പറയും. പ്രകൃതിയെ പോഷിപ്പിക്കുക എന്നുള്ളതും ഓരോ അയ്യപ്പ ഭക്തൻ്റെയും കടമയാണ്. അതുകൊണ്ട് അപ്പാച്ചിമേടിലെത്തുന്ന ഓരോ അയ്യപ്പ ഭക്തരും അപ്പാച്ചിക്കുഴിയിലും ഇപ്പാച്ചിക്കുഴിയിലും അരിമാവ് കൊണ്ടുള്ള ഉണ്ടകൾ, അല്ലെങ്കിൽ അരി ഉണ്ടെന്നൊക്കെ വിളിക്കും നമ്മൾ, ഈ അരി ഉണ്ടകൾ എറിയാറുണ്ട് എന്നാണ്. അത് ആ ദേവതകൾക്ക് എന്ന സങ്കല്പത്തിലാണ്. പണ്ട് കാലത്ത് അപ്പാച്ചിമേടിൽ നിരവധിയായിട്ടുള്ള സിദ്ധന്മാരും മറ്റ് ധർമ്മ പുരുഷന്മാരും എല്ലാവരും തപസ് ചെയ്യുന്ന ഒരു സ്ഥലമായിട്ട് പറയാറുണ്ട്. നിരവധിയായിട്ടുള്ള ധർമ്മ പ്രവർത്തികൾ ചെയ്യുന്ന ആൾക്കാർ അവിടെ സാന്നിധ്യം ചെയ്യാറുണ്ട്. അപ്പോൾ അവിടേക്കൊക്കെ ഈ തീർത്ഥാടകർ ഈ പറയുന്ന ധർമ്മപ്രവർത്തികൾ ചെയ്യാനായിട്ട് അവർക്കൊക്കെ ദക്ഷിണ കൊടുക്കുക, ഭിക്ഷണ കൊടുക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവിടെ ചെയ്തിരുന്നു എന്നാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അപ്പാച്ചിമേടിൻ്റെ മറ്റൊരു പേരായിട്ട് പറയാറുള്ള ഒരു പേരാണ് ധർമ്മമേട് എന്നും അതിന് പേരുണ്ട്. ധർമ്മം കൊടുക്കുന്ന സ്ഥലം. അപ്പോൾ നോക്കൂ, എങ്ങനെയൊക്കെ നമ്മൾ കണക്കാക്കുകയാണെങ്കിലും, ധർമ്മം കൊടുക്കുന്ന സ്ഥലമായിട്ട് കണക്കാക്കുകയാണെങ്കിലും, ഈ ദേവതകൾക്ക് അരിയുണ്ട കൊടുക്കുന്ന സ്ഥലമായിട്ട് കണക്കാക്കുകയാണെങ്കിലും, ഇതൊക്കെ ആത്യന്തികമായിട്ട് പ്രകൃതിയെ, മനുഷ്യനെ മനസ്സിലാക്കാനുള്ള ആരാധനാ രീതിയായിട്ട് വേണം കാണാൻ. സ്വാമി അതിലൊക്കെ വലിയ നിഷ്ഠ പുലർത്തിയിരുന്ന ഒരാളായിരുന്നു, പ്രത്യേകിച്ച് പ്രകൃതിയുടെ കാര്യത്തിൽ. അതുകൊണ്ട് തന്നെ പല ഭക്തരും അപ്പാച്ചിമേട്ടിൽ ഉൾപ്പെടെ കർപ്പൂരാഴി നടത്താറുണ്ട്. ഭഗവാന് വേണ്ടി കർപ്പൂരാഴി നടത്താനുള്ള സ്വാതന്ത്ര്യം നമുക്ക് എല്ലാവർക്കും ഭഗവാൻ തന്നിട്ടുണ്ട്. പക്ഷേ അതൊരിക്കലും പ്രകൃതിക്ക് ഒരു മോശം വരുന്ന തരത്തിലാവരുത്. അതുകൊണ്ട് തന്നെ അപ്പാച്ചിമേട്ടിലായിക്കോട്ടെ, നീലിമലയിലായിക്കോട്ടെ, ശബരിപീഠത്തിലായിക്കോട്ടെ, എവിടെയൊക്കെ നമ്മൾ കർപ്പൂരാഴി നടത്തുന്നുണ്ടോ അവിടെയൊക്കെ തന്നെ കൃത്യമായിട്ട് പ്രകൃതിക്ക് അതുകൊണ്ടൊരു ദോഷം ഉണ്ടാവില്ല എന്ന് ഉറപ്പുവരുത്തേണ്ട ബാധ്യത കൂടി ഓരോ അയ്യപ്പ ഭക്തർക്കും ഉണ്ട്. ഇനി ഇതിൻ്റെ തത്വാംശം കൂടി മനസ്സിലാക്കാം. എന്തിനാണ് ഈ അരിയുണ്ട എറിയുന്നത്, അല്ലെങ്കിൽ എന്തിനാണ് നമ്മൾ ഈ ധർമ്മം കൊടുക്കുന്നത്? നമ്മുടെ മനസ്സിലുള്ള നമ്മുടെ പുണ്യപാപങ്ങളെ, പാപചിന്തകളെ ഒക്കെയാണ് ഈ അരിയുണ്ട പ്രതിനിധാനം ചെയ്യുന്നതെന്നാണ്. അതാണ് നമ്മൾ ഭഗവാനെ കാണുന്നതിന് മുമ്പായിട്ട് ആ കുഴികളിലേക്ക് ഉപേക്ഷിക്കുന്നത്. പൂർണ്ണമായിട്ടുള്ള ശുദ്ധമായിട്ടുള്ള മനസ്സോടുകൂടി വേണം ഭഗവാനെ പോയി കാണാൻ. നമ്മൾ ഭഗവാന്റെ ദേഹത്തോടെ അഭിഷേകം ചെയ്യാനായിട്ട് തയ്യാറാക്കി വെച്ച നെയ്യ്
എത്രത്തോളം പരിശുദ്ധിയുണ്ടോ അതിനേക്കാട്ടിലും പരിശുദ്ധി വേണം നമ്മുടെ മനസ്സിന് ഭഗവാനെ കാണാൻ, ഭഗവാനെ മനസ്സിലാക്കാൻ. അപ്പം അതിന് എന്ത് വേണം? നമ്മുടെ മനസ്സിലുള്ള പാപചിന്തകളെ വഴിയിൽ ഉപേക്ഷിക്കേണ്ടതായിട്ടുണ്ട്. അതിനാണ് ഈ അപ്പാച്ചിമേട്ടിലെ അരിയുണ്ടയേറ് എന്നുള്ള ഒരു വ്യാഖ്യാനം കൊടുത്തത് എന്നും ഗുരുസ്വാമിമാരൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പോൾ എന്ത് തന്നെയായാലും ധർമ്മം കൊടുക്കുന്ന സ്ഥലമായിക്കോട്ടെ, അരിയുണ്ട എറിയുന്ന സ്ഥലമായിക്കോട്ടെ, നമ്മുടെ മനസ്സിലെ ഭാരം ഇറക്കി വയ്ക്കാനുള്ളൊരു സ്ഥലമായിട്ട് അതിനെ കണക്കാക്കുക. ഒരു തരത്തിലുള്ള ഭാരവുമില്ലാതെ എനിക്ക് സ്വാമി മാത്രമേ ഉള്ളൂ എന്നുള്ള ദൃഢനിശ്ചയത്തോടു കൂടി വേണം പിന്നീട് അങ്ങോട്ടുള്ള യാത്ര നമ്മൾ ആരംഭിക്കാൻ എന്നാണ്. അപ്പോൾ അപ്പാച്ചിക്കുഴിയിലും ഇപ്പാച്ചിക്കുഴിയിലും ഒക്കെ ജീവിക്കുന്ന ഇന്നും അവരുടെ നിത്യസാന്നിധ്യം അവിടെയുണ്ട്. ഭൂതനാഥനായിട്ട് ഭഗവാൻ അവിടെ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ദേവതകളൊക്കെ അവിടെ തന്നെ ഉണ്ട്. അവരെയൊക്കെ നമസ്കരിച്ചുകൊണ്ട് ഭഗവാന്റെ ദർശനം ഏറ്റവും സുഗമമായിട്ട് ഞങ്ങൾക്ക് കിട്ടണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വേണം അപ്പാച്ചിമേട്ടിൽ നിന്ന് ഓരോ ഭക്തനും തൻ്റെ തീർത്ഥയാത്ര വീണ്ടും ആരംഭിക്കാനായിട്ട്. അങ്ങനെയുള്ള ആ അപ്പാച്ചിമേട്ടിനെ നമുക്ക് മനസ്സുകൊണ്ട് സാഷ്ടാംഗം നമസ്കരിക്കാം. അവിടെ പോകാൻ സാധിക്കാത്ത നിരവധിയായിട്ടുള്ള ഭക്തകളൊക്കെ ഉണ്ട്. നിങ്ങൾക്ക് മനസ്സിൽ അപ്പാച്ചിമേട്ടിനെ ധ്യാനിക്കാം, നമസ്കരിക്കാം. നിരവധിയായിട്ടുള്ള ഭഗവാന്റെ ഭക്തരുടെ പാദസ്പർശം കിട്ടിയിട്ടുള്ള സ്ഥലം കൂടിയാണ് ആ ഭൂമിയിൽ. എന്നെങ്കിലും എത്തിച്ചേരാൻ സാധിക്കട്ടെ എന്ന് ഭഗവാനോട് പ്രാർത്ഥിച്ചുകൊണ്ട് അപ്പാച്ചിമേട്ടിൻ്റെ മഹത്വം നിങ്ങളിലേക്ക് എത്തിക്കാനുള്ള ഈ ശ്രമം ഇവിടെ നമ്മൾ തൽക്കാലത്തേക്ക് നിർത്തുന്നു. അടുത്ത ഒരു കഥയുമായി, അടുത്തൊരു വിശേഷമായിട്ട് വീണ്ടും നാളെ കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി, നമസ്തേ, സ്വാമിയെ ശരണമയ്യപ്പ. മൂകാംബിക ക്ഷേത്രത്തെക്കുറിച്ച് ഒരു വിശ്വാസമുണ്ട്. ആദ്യമായി അവിടെ പോകാൻ പലവട്ടം ആഗ്രഹിച്ചാലും നടക്കാറില്ല. ദേവി നിശ്ചയിക്കുമ്പോൾ മാത്രമേ അവിടെ എത്താനാകൂ. എന്നാൽ ഒരിക്കൽ അവിടെ എത്തിക്കഴിഞ്ഞാൽ ഇടയ്ക്കിടെ ദേവി അവരെ വിളിച്ചുകൊണ്ടേയിരിക്കും. രസകരമായ ഈ വിശ്വാസത്തിന്റെ നിരവധി സാക്ഷികളുണ്ട്. ഇന്നത്തെ ദീപാരാധന കാഴ്ചയിലേക്ക് പോകാം. തിരുവനന്തപുരം പേട്ട വെൺപാലവട്ടം റോഡിൽ ആനേറ കല്ലുമൂട് പ്രദേശം. ദൂരദേശങ്ങളിൽ നിന്ന് പോലും ഭക്തജനങ്ങൾ എത്തിച്ചേരുന്ന ഒരു വിശ്വാസ കേന്ദ്രമായി ഈ പ്രദേശം ഇന്ന് മാറിയിരിക്കുകയാണ്. അഭീഷ്ടവരദായിനിയും ക്ഷിപ്രപ്രസാദിനിയുമായ ശ്രീ വാരാഹി പഞ്ചമി ക്ഷേത്രമാണ് ഈ പ്രദേശത്തെ ഇന്ന് ഭക്തജന സാന്ദ്രമാക്കുന്നത്. രണ്ട് ശ്രീകോവിലുകളിലായി ദുർഗയെയും വാരാഹിയെയും പ്രതിഷ്ഠിച്ച് തുല്യ പ്രാധാന്യത്തോടെ ആരാധന നടത്തുന്ന ക്ഷേത്രമാണിത്. ദുർഗാക്ഷേത്രങ്ങൾ കേരളത്തിൽ ധാരാളമായി ഉള്ളതുകൊണ്ട് തന്നെ ഹൈന്ദവ വിശ്വാസികൾക്ക് ഏറെ പരിചിതമായ ആരാധനാമൂർത്തിയാണ് ദുർഗാദേവി. എന്നാൽ വാരാഹി പൂജ ഭക്തജന സാമാന്യത്തിനിടയിൽ ശക്തമായി പ്രചാരം നേടുന്നത് സമീപകാലത്താണ്. പഞ്ചമി ദേവി ക്ഷേത്രം നിലകൊള്ളുന്നത് 500 വർഷത്തിലേറെ പഴക്കം ഉള്ള ക്ഷേത്രമാണ്. ഇപ്പോൾ ഇവിടെ 2 ദേവിമാർ കുടികൊള്ളുന്നു. ശ്രീ ദുർഗാദേവിയും ശ്രീ വാരാഹി പഞ്ചമിയും. 2 ദേവിമാർക്ക് ഞങ്ങൾ തുല്യമായ പ്രാധാന്യം കൊടുക്കുകയാണ് ഈ ക്ഷേത്രത്തിൻ്റേത്. അപരാഹ്ന നേരത്തു മിഴി പാർത്തിടും ഭക്ത ഭവദുഃഖമാറ്റും നീ ഭുവനേശ്വരി. ഓം ദുർഗായൈ നമഃ, ഓം നിത്യായൈ നമഃ, ഓം ശിവായൈ നമഃ, ഓം ശാംഭവ്യൈ നമഃ. കേരളത്തിൽ വിരലിലെണ്ണാവുന്ന വാരാഹി ക്ഷേത്രങ്ങളേയുള്ളൂ. വാരാഹി, പഞ്ചമി, പഞ്ചുരുളി, രാത്രീശ്വരി തുടങ്ങിയ നാമങ്ങളിൽ അറിയപ്പെടുന്ന ദേവി സപ്തമാതൃക്കളിൽ 5ാമത്തെ മാതാവായി കണക്കാക്കപ്പെടുന്നു. ലളിതാ ത്രിപുരസുന്ദരിയുടെ ചൈതന്യത്തിനോടൊപ്പം വാരാഹമൂർത്തിയുടെ ശക്തിയും സമന്വയിച്ച് രൂപം കൊണ്ട വാരാഹി ദേവി കാട്ടുപന്നിയുടെ മുഖത്തോടു കൂടിയ ദേവതയാണ്. സപ്തമാതൃക്കൾ 5ാമതായ വാരാഹിയും ദുർഗയുടെ സർവ്വസൈന്യാധിപയാണ് വാരാഹി. അങ്ങനെയുള്ള ക്ഷേത്രം ഒരുപക്ഷെ ലോകത്ത് മറ്റെങ്ങുമില്ല. ഇത് തുല്യ പ്രാധാന്യത്തോടെ, അതുതന്നെയാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഈ പ്രാധാന്യവും ശക്തിയും. ലളിതാ ത്രിപുരസുന്ദരിയുടെ സർവ്വസൈന്യാധിപയും ഉന്മത്ത ഭൈരവന്റെ പത്നിയുമായാണ് ദേവി കണക്കാക്കപ്പെടുന്നത്. അതിനാൽ ശൈവ വൈഷ്ണവ ശാക്തേയ സമ്പ്രദായങ്ങളിലെല്ലാം ആരാധിക്കപ്പെടുന്നു. ബുദ്ധമത വിശ്വാസങ്ങളിലും വജ്രവാരാഹി എന്ന ദേവദാസ സങ്കല്പമുണ്ട്. ദേവി
நீயே துணை தென்மதுரை வாழ்மீனலோச்சனி தேவி நீயே துணை தென்மதுரை வாழ்മീനലോചനി ദേവി. പ്രധാന പാതയിൽ നിന്ന് അല്പം ഉള്ളിലേക്ക് കടന്നാൽ ക്ഷേത്രമുറ്റത്തെത്താം. അതിപ്രാചീനതയുടെ ചരിത്രമോ ഐതിഹ്യങ്ങളുടെ പെരുമയോ അല്ല, വിശ്വാസങ്ങളുടെയും അനുഭവങ്ങളുടെയും ശക്തമായ അടിത്തറയാണ് ഈ ക്ഷേത്രത്തിന് അവകാശപ്പെടാനുള്ളത്. കാവുകളും തെക്കേതുകളും അവിടുത്തെ മൂർത്തി ചൈതന്യത്താൽ മഹാക്ഷേത്രങ്ങളായി വളർന്നു വന്നതിന് നിരവധി ഉദാഹരണങ്ങളുണ്ട് ഈ തലസ്ഥാന നഗരത്തിൽ. അത്തരത്തിൽ വളർച്ച പ്രാപിക്കുന്ന ക്ഷേത്രമാണ് പഞ്ചമി ക്ഷേത്രം. പഴയ കാലത്ത് വാളും പീഠവും വച്ച് ദേവീസങ്കല്പത്തിൽ ആരാധിക്കുകയും ആണ്ടിലൊരിക്കൽ കൊടിതി നടത്തുകയും ചെയ്തിരുന്ന ആരാധനാ സ്ഥാനമാണ് ഇത്. അന്ന് ഇവിടുത്തെ പൂജാ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകിയിരുന്നത് വലിയ ഉദയാദിച്ചപുരം ക്ഷേത്രത്തിലെ പൂജാരിമാരായിരുന്നു. ഇന്നും പഞ്ചമി ക്ഷേത്രത്തിലെ ഉത്സവ ചടങ്ങുകൾ നടക്കുമ്പോൾ വലിയ ഉദയാദിച്ചപുരത്തപ്പന് വഴിപാട് നടത്തുന്ന ചടങ്ങ് തുടരുന്നു. 1980കളിലാണ് ആദ്യ നവീകരണ പ്രവർത്തനങ്ങൾ ഇവിടെ നടക്കുന്നത്. അന്നും തെക്കേതെന്ന സമ്പ്രദായം അനുവർത്തിച്ചു തന്നെയായിരുന്നു ചടങ്ങുകൾ. എന്നാൽ ഇവിടെ നിത്യപൂജയ്ക്കുള്ള ഒരു ക്ഷേത്രം വേണമെന്ന നാട്ടുകാരുടെ ആവശ്യത്തിന് പ്രകാരം പ്രശ്നചിന്ത നടത്തുകയും ഇവിടെ ഒരു ക്ഷേത്രം പണികഴിപ്പിക്കുകയും ചെയ്യുകയായിരുന്നു. മെയ് 5 ആദ്യ ശ്രീകോവിൽ നിർമ്മിച്ച് ദുർഗാദേവിയെ പ്രതിഷ്ഠിക്കുന്നത്. ഏതാണ്ട് 2000 ആണ്ടോടെ പഞ്ചമി ദേവിയുടെ സാന്നിധ്യം മനസ്സിലാക്കി പഞ്ചമി പൂജകൾ ആരംഭിച്ചു. 2008 നടന്ന ക്ഷേത്ര നവീകരണത്തെ തുടർന്ന് 7 ദിവസത്തെ ഉത്സവം, ആറാട്ട് എന്നീ ചടങ്ങുകൾ നിലവിൽ വന്നു. ക്ഷേത്രത്തിൽ കൊടിമരം സ്ഥാപിക്കപ്പെട്ടു. 2018 നടന്ന ദേവപ്രശ്നത്തിൽ ദുർഗാദേവിയുടെ തുല്യ പ്രാധാന്യത്തിൽ തന്നെ പഞ്ചമി ദേവിക്കും ആരാധന വേണമെന്ന് കണ്ടെത്തുകയും അതിൻ പ്രകാരം ദുർഗാക്ഷേത്രത്തിന്റെ ഇടതുഭാഗത്തായി മറ്റൊരു ശ്രീകോവിൽ പണിഞ്ഞ് പഞ്ചമി ദേവിയെ പ്രതിഷ്ഠിക്കുകയും ചെയ്തു. 2021 ജനുവരിയിലായിരുന്നു പഞ്ചമി പ്രതിഷ്ഠ. കൈകളുള്ള പഞ്ചമി വിഗ്രഹമാണ് ഇവിടെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. ദുർഗ, പഞ്ചമി എന്നീ ദേവതമാർ തുല്യ പ്രാധാന്യത്തോടെ ആരാധിക്കപ്പെട്ടു തുടങ്ങിയപ്പോൾ ക്ഷേത്രം വികാസത്തിന്റെ പുതിയ മാനങ്ങളിലേക്ക് പ്രവേശിച്ചു. ദുർഗാ സന്നിധിയിൽ നവദീപവും വാരാഹി സന്നിധിയിൽ വാരാഹി ദീപം സമർപ്പിക്കുക എന്നതാണ് പ്രധാന വഴിപാടുകൾ. താലത്തിലെ അരിയിൽ ഉടച്ചുവച്ച നാളികേര മുറികളിൽ നെയ്യൊഴിച്ച് പഞ്ചനാളങ്ങൾ തെളിയിക്കുന്നതാണ് വാരാഹി വിളക്ക്. ഉദ്ദിഷ്ട കാര്യസാധ്യത്തിനും സാമ്പത്തിക ഉന്നമനത്തിനും സഹായകമാകുന്ന നേർച്ചകളാണിവ. നമ്മുടെ നവദോഷങ്ങൾ മാറുന്നതിനായിട്ട് നവദീപവും കാര്യസാധ്യത്തിന് വേണ്ടി പഞ്ചമി ദീപവും ചെയ്യുന്നു. മനുഷ്യരുടെ നവദോഷങ്ങൾ മാറ്റാൻ ദുർഗാദേവിയെ വലം വെച്ച് വന്ന് നമ്മുടെ തെറ്റുകുറ്റങ്ങളൊക്കെ സമസ്താപരാധം പറഞ്ഞ് ഭഗവതിയുടെ മുന്നിൽ ഓരോ വിളക്കായിട്ട് ഇറക്കി വെച്ച് സമസ്താപരാധം പറഞ്ഞ് വിളക്ക് കത്തിക്കുക. അത് കഴിഞ്ഞ് പഞ്ചമി ദീപം അത് തേങ്ങയിൽ നെയ്യൊഴിച്ച് 5 വീതം തിരികളിട്ട് തട്ടത്തിൽ അരി വെച്ച് നീരാഞ്ജനം പോലെ വന്ന് ഭഗവതിക്ക് വേണ്ടി കത്തിച്ച് നടയിൽ നിന്ന് പ്രാർത്ഥിച്ച് ഒരു പ്രദക്ഷിണം വന്ന് അകത്ത് കയറി 3 ആരതി കാണിച്ച് അത് നമ്മൾ തട്ടത്തോടെ വെക്കുക. എന്ത് കാര്യമാണ് സാധിക്കേണ്ടത് എന്നുള്ളത് മനസ്സിൽ പ്രാർത്ഥിച്ചുകൊണ്ട് മാത്രം. അത് 12 തവണ ചെയ്യണം. അതാണ് അതിൻ്റെ കണക്ക്.
പ്രധാന ക്ഷേത്രങ്ങളോടൊപ്പം കാണുന്ന ഗണപതിയാണ് പ്രധാന ഉപദേവത. അതിനു പുറത്തായി ശാസ്താവ്, നാഗദൈവങ്ങൾ, വനദുർഗ, ഭദ്രകാളി, ചാമുണ്ഡി, നവഗ്രഹങ്ങൾ എന്നീ ഉപദേവതമാരുടെ പ്രതിഷ്ഠകളുമുണ്ട്. പൗർണമി, അമാവാസി, പഞ്ചമി ദിനങ്ങളാണ് ഇവിടെ പ്രധാനം. മകരത്തിലെ അശ്വതി നാളിൽ ആറാട്ട് വരുന്ന വിധം 7 ദിവസത്തെ അശ്വതി മഹോത്സവമാണ് ഇവിടുത്തെ പ്രധാന ഉത്സവം. ഏതാണ്ട് അതേ പ്രാധാന്യത്തോടെ തന്നെ നവരാത്രി ഉത്സവവും ഇവിടെ ആഘോഷിക്കപ്പെടുന്നു. വരാഹി എന്ന പൃഥ്വി ദേവതയാണ്, ഭൂമിയുടെ ദേവതയാണ്. അപ്പം കിഴങ്ങ് വർഗ്ഗങ്ങൾ വരാഹിക്ക് സമർപ്പിക്കാം. മാതളം, നാരങ്ങ, കരിക്ക് ഉൾപ്പെടെ ഒരു തട്ടത്തിൽ നിവേദിക്കുന്നത് വളരെ ഫലപ്രദമാണ്. ദുർഗയ്ക്ക് സാധാരണ രീതിയിലുള്ള പായസം അതുപോലുള്ള വഴിപാടുകളാണ് ഇവിടെ നടന്നു വരുന്നത്. കുഞ്ചമനോഹര പാദചലന്മണി നൂപുരഹംസ വിരാജിതേ കഞ്ചഭവാദി സുരൗഖ പരിഷ്ടുതലോക വിസ്തൃത്വര വൈഭവേ. ശാന്തഭാവത്തോടെ ദുർഗയും രൗദ്രഭാവത്തോടെ വാരാഹിയും തുല്യ പ്രാധാന്യത്തിൽ ആരാധിക്കപ്പെടുന്ന മറ്റൊരു ക്ഷേത്രം കേരളത്തിലില്ല എന്ന് തന്നെ പറയാം. ഇവിടുത്തെ ദേവതമാരുടെ അനുഗ്രഹത്താൽ ജീവിതത്തിലെ പ്രതിബന്ധങ്ങളെ അതിജീവിച്ച ഭക്തരുടെ അനുഭവ കഥകൾ ഈ സന്നിധിയിലെ ഭക്തജന തിരക്ക് അനുദിനം വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. സർവ ഐശ്വര്യദായിനിമാരായ ഈ അമ്മമാർക്ക് മുന്നിൽ നമുക്കും ഭക്തിയോടെ കൈകൂപ്പാം. കാര്യസാധ്യത്തിനായി വഴിപാടുകൾ ചെയ്യുന്നതിലല്ല, പകരം നിറഞ്ഞ മനസ്സോടെ എന്താണുള്ളത് അത് നിറഞ്ഞ സ്നേഹത്തോടെ ഭഗവാന് സമർപ്പിക്കുക. എല്ലാം അറിയുന്ന ഭഗവാൻ തന്നെ സംരക്ഷിക്കും എന്ന് ഉറച്ചു വിശ്വസിക്കുക. ഇന്നത്തെ സന്ധ്യാദീപം ഇവിടെ അവസാനിക്കുന്നു. ഏവർക്കും നന്ദി.